മക്കളെ, എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓണപരീക്ഷ ഇവിടെ എത്തിയല്ലോ. നമുക്ക് ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റ് മൊത്തമായിട്ടും ഇന്നൊന്ന് റിവൈസ് ചെയ്യാം. ഓണപരീക്ഷയ്ക്ക് ഇംഗ്ലീഷിൽ 2 യൂണിറ്റുകളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് ഫസ്റ്റ് യൂണിറ്റ്. കാരണം പ്രധാനമായും 2 സ്റ്റോറീസ് ഇവിടെ ചോദിക്കുന്നുള്ള എന്നതുകൊണ്ട് ആ സ്റ്റോറീസിന്റെ നറേഷനോ ക്യാരക്ടർ സ്കെച്ച് ഡയറി തുടങ്ങിയൊക്കെ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നിന്നാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ ആ ചാപ്റ്ററുകൾ വ്യക്തമായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് ആദ്യത്തെ സ്റ്റോറിയിലേക്ക് പോവാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ഓരോ സ്റ്റോറിയെയും 15 പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഓരോ ലെസണും 15 പോയിന്റ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ 15 പോയിന്റ്സ് വീതം നിങ്ങൾക്ക് പഠിച്ചാൽ അതിനെ നറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാം, അതിന്റെ ക്യാരക്ടേഴ്സിന് എഴുതാൻ പറ്റും, ഒക്കെ സാധിക്കും. നമുക്ക് ഒന്നാമത്തെ ലെസണിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ സ്റ്റോറി ഈസ് റിട്ടൺ ബൈ ഗബ്രിയേൽ ഗാർഷ്യ മാർക്വീസ്, എ ഫേമസ് റൈറ്റർ ഫ്രം കൊളംബിയ. സെക്കൻഡ്, ദ മെയിൻ ക്യാരക്ടേഴ്സ് ആർ പെലായോ, എലിസൻഡ ആൻഡ് എ വെരി ഓൾഡ് മാൻ വിത്ത് വിങ്സ്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ 3 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആണുള്ളത്. പെലായോ, എലിസൻഡ, കൂടാതെ വെരി ഓൾഡ് മാൻ വിത്ത് വിങ്സ്. തേർഡ്, വൺ ഡേ ആഫ്റ്റർ ഹെവി റെയിൻ പെലായോ ഫൈൻഡ് ആൻ ഓൾഡ് മാൻ വിത്ത് ബിഗ് ഡേർട്ടി വിങ്സ് ഇൻ ഹിസ് യാർഡ്. അല്ല, അദ്ദേഹത്തിന്റെ മുറ്റത്ത് ആ ഡേർട്ടി വിങ്സ് ആയിട്ട് ഒരു ഓൾഡ് മാന് പെലായോ കണ്ടു. The old man is weak, dirty and speaks in a strange language. ആ ഓൾഡ് മാൻ വളരെ ദുർബലനായിരുന്നു, വൃത്തികെട്ട രീതിയിലായിരുന്നു, ചെളിയൊക്കെ പുരണ്ടിട്ട്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? സ്പീക്ക് എ സ്ട്രേഞ്ച് ലാംഗ്വേജ്, അതായത് ഒരു വിചിത്രമായ ഭാഷ സംസാരിക്കുന്നുണ്ടായിരുന്നു, അല്ലെ? ഫിഫ്ത്ത്, പീപ്പിൾ തിങ്ക് ഹി മൈറ്റ് ബി എൻ ഏഞ്ചൽ. ആളുകൾ കരുതി അദ്ദേഹം ഒരു ഏഞ്ചൽ ആയിരിക്കും. ബട്ട് they were not sure. എന്നാൽ അക്കാര്യത്തിൽ അവർക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. നെക്സ്റ്റ്, സിക്സ്ത് പോയിന്റ്, പെലായോ ആൻഡ് എലിസൻഡ ലോക്ക് ഹിം ഇൻ എ ചിക്കൻ കൂപ്പ്. അങ്ങനെ പെലായോ എലിസൻഡയും അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഒരു ചിക്കൻ കൂപ്പിൽ, കോഴിക്കൂട്ടിൽ കൊണ്ടുപോയി പൂട്ടി. സെവൻത്ത്, മെനി വില്ലേജേഴ്സ് കെയിം ടു സീ ഹിം ആൻഡ് ഗീവ് മണി മേക്ക് ദ കപ്പിൾ റിച്ച്. അങ്ങനെ വില്ലേജേഴ്സ് ഇങ്ങനെ വരാൻ തുടങ്ങി അദ്ദേഹത്തെ കാണാന്. അവരൊക്കെ പണം നൽകി. അങ്ങനെ നമ്മള് എലിസൻഡയും പെലായോ എന്തായി? ആ കപ്പിൾസ് റിച്ച് ആയി മാറി. Father Gonzaga, the village priest, says the man does not look like a real angel. എന്ന വില്ലേജിലെ പ്രീസ്റ്റ് പുരോഹിതനായ ഫാദർ ഗൊൻസാഗ പറഞ്ഞു, ഈ മനുഷ്യൻ ആരെ പോലെയല്ല, ഒരു ഏഞ്ചലിനെ പോലെയൊന്നും കാണാനില്ല എന്ന് പറഞ്ഞു, അല്ലെ? നയൻത്ത്, എ സ്പൈഡർ വുമൺ അറൈവ് ഇൻ ദ വില്ലേജ് വിത്ത് എ സാഡ് ആൻഡ് സ്ട്രേഞ്ച് സ്റ്റോറീസ്. അങ്ങനെ വിചിത്രമായ ഒരു കഥകളൊക്കെ ആയിട്ട് ഒരു സ്പൈഡർ വുമൻ അവരുടെ വില്ലേജിൽ എത്തി. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? രൂപമൊക്കെ മാറാൻ പറ്റുന്ന ഒരു സ്ത്രീ ആയിരുന്നു ആ സ്പൈഡർ വുമൻ, അല്ലെ? അവരോട് ചോദിച്ചാൽ മറുപടി ഒക്കെ നൽകുമായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീ വന്നു. പീപ്പിൾ ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ സ്പൈഡർ വുമൻ ദാൻ ദ ഓൾഡ് മാൻ. ഓൾഡ് മാനേക്കാൾ കൂടുതൽ ആളുകൾക്ക് എന്തായി? സ്പൈഡർ വുമനോടായി താല്പര്യം. ദ വില്ലേജേഴ്സ് സൂൺ ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ദി വിങ്ഡ് മാൻ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ വില്ലേജേഴ്സിന് ആ വിങ്ഡ് മാനോട്, നമ്മുടെ ഓൾഡ് മാനോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. ദ ഓൾഡ് മാൻ ബിക്കം സിക്ക് ആൻഡ് വീക്ക് ബട്ട് ഡസ് നോട്ട് കംപ്ലൈൻ. നമ്മുടെ ഓൾഡ് മാൻ അതിനിടയിൽ ദുർബലനായി, വളരെ രോഗിയായി. പക്ഷെ അയാൾ ഒരിക്കലും പരാതിയൊന്നും പറഞ്ഞില്ല. 13th പോയിന്റ്, he stays in the coop for many years in mistreated badly, അല്ലെ? ട്രീറ്റഡ് ബാഡ്ലി. അപ്പൊ ഒരുപാട് വർഷം അദ്ദേഹം ആ കൂപ്പിൽ തന്നെ കിടക്കേണ്ടി വന്നു. വളരെ മോശമായിട്ട് പരിചരണം ഏറ്റുവാങ്ങിക്കൊണ്ട് എന്നാണ്. ട്രീറ്റഡ് ബാഡ്ലി ആണ്, മിസ്ട്രീറ്റഡ് ആയിട്ട്. കാരണം ഹൗസൊക്കെ മാറി, അവർക്കൊക്കെ ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അയാളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. 14th, one day he slowly regain his strength and flies away. എന്നൊരു ദിവസം അദ്ദേഹം തന്റെ സ്ട്രെങ്ത് വീണ്ടെടുക്കുകയും പറന്നുപോവുകയും ചെയ്തു. ആ പറന്നു പോകുന്നത് കാണുന്നത് എലിസൻഡയാണ്. എലിസൻഡയിൽ ഇങ്ങനെ കിച്ചണിൽ ഇരുന്നുകൊണ്ട് രാവിലെ ഒനിയൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് ആ വലിയ ചിറകടി ഒച്ച കേട്ട് പുറത്തേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ ഓൾഡ് മാൻ പറക്കാൻ ശ്രമിക്കുന്നതും പറന്നു പോകുന്നതും ഒക്കെ ചെയ്യുന്നത്, അല്ലെ? എലിസൻഡയ്ക്ക് വലിയ ആശ്വാസം തോന്നി എന്നാണ് പറഞ്ഞത്. ഈ സ്റ്റോറി കൺക്ലൂഡ് ചെയ്യുന്നു. ഈ സ്റ്റോറിയുടെ തീം എന്തായിരുന്നു? സ്റ്റോറി ഷോസ് how people often mistreat those who are different and ignore true wonders. ആളുകൾ എങ്ങനെയാണ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത്, പലപ്പോഴും മിസ്ട്രീറ്റ്, അല്ലെ?
ആണ് ചെയ്യാറ് എന്നുള്ളതും, അതുപോലെ അറിയാത്ത കാര്യങ്ങൾക്ക് ആളുകൾക്ക് വളരെയധികം വണ്ടറാണ്, അത്ഭുതത്തോടു കൂടിയാണ് ആളുകൾ അതിനെ സമീപിക്കുക എന്നൊക്കെ വളരെ പരിഹാസത്തോടു കൂടിയൊക്കെയാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ഇതായിരുന്നു ഈ സ്റ്റോറിയുടെ തീം എന്ന് പറയുന്നത് അല്ലെ. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം, ദി അറ്റിക്. The attic. Spillman was a Jewish pianist hiding in an attic during World War II. അപ്പൊ ഈ സ്റ്റോറി പറയുന്നത് സ്പിൽമാന്റെ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന വലിയ നോവലിന്റെ ചെറിയൊരു ഭാഗമാണ്. സ്പിൽമാൻ ഒരു ജൂയിഷ് പിയാനിസ്റ്റ് ആണ്. അദ്ദേഹം സെക്കൻഡ് വേൾഡ് വാറിൽ നമ്മുടെ ഹിറ്റ്ലറുടെ സൈന്യത്തെ, നാസി സൈന്യത്തെ പേടിച്ച് അദ്ദേഹം ഒരു അറ്റിക്കിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. എ ജർമ്മൻ ഓഫീസർ ഫൗണ്ട് ഹിം ബട്ട് ഡിഡ് നോട്ട് ഹാം ഹിം. അങ്ങനെ അദ്ദേഹം ഒളിച്ചിരിക്കുന്ന ഒരു ജർമ്മൻ ഓഫീസർ കണ്ടെത്തി അല്ലെ, പക്ഷെ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തെ സ്പിൽമാനെ ഹാം ചെയ്തില്ല, ദ്രോഹിച്ചില്ല. തേർഡ് പോയിന്റ്, സ്പിൽമാൻ സെഡ് ഹി വാസ് എ പിയാനിസ്റ്റ്. സ്പിൽമാൻ പറഞ്ഞു ഞാൻ ഒരു പിയാനിസ്റ്റ് ആണ്. ആൻഡ് ദ ഓഫീസർ ആസ്ക്ഡ് ഹിം ടു പ്ലേ. നമ്മുടെ ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തോട് പിയാനോ വായിക്കാനൊക്കെ ആവശ്യപ്പെട്ടു. ഫോർത്ത് പോയിന്റ്, ഹി പ്ലേഡ് എ പീസ് ബൈ ചോപ്പിൻ ഈവൻ ദോ ഹി വാസ് വീക്ക് ആൻഡ് സ്കേർഡ്. അദ്ദേഹം വളരെയധികം പേടിച്ചിരുന്നെങ്കിലും വീക്ക്, ദുർബലനായിരുന്നു, കുറെ കാലമായി ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഒളിച്ചു താമസിക്കുകയാണ്. എന്നാലും അദ്ദേഹം എന്ത് ചെയ്തു, ആ ജർമ്മൻ ഓഫീസർക്ക് വേണ്ടി ചോപ്പിൻ എന്ന് പറയുന്ന ഒരു പീസ് എന്ത് ചെയ്തു, ഒരു സോങ് അദ്ദേഹത്തിന് വേണ്ടി പാടി. നെക്സ്റ്റ് 5 പോയിന്റ്സ് നോക്കാം. ദ ഓഫീസർ വാസ് ടച്ച്ഡ് ബൈ ഹിസ് മ്യൂസിക് ആൻഡ് ഡിസൈഡഡ് ടു ഹെൽപ്പ് ഹിം. ഓഫീസർക്ക് അദ്ദേഹത്തിന്റെ മ്യൂസിക് വളരെയധികം ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തെ സഹായിക്കാൻ തീരുമാനിച്ചു. He found a better hiding place in the loft above the attic. ആ അറ്റിക്കില് ഒരു ലോഫ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ, മുകളിൽ ഒരു അറ ഉണ്ടായിരുന്നു. ആ ലോഫ്റ്റിൽ കയറി ഒളിച്ചിരിക്കാൻ നമ്മുടെ ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞു. സെവൻത് പോയിന്റ്, ദ ഓഫീസർ ബ്രോട്ട് ഹിം ഫുഡ് ആൻഡ് ബ്ലാങ്കറ്റ് സീക്രട്ട്ലി. അങ്ങനെ ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തിന് വേണ്ടി ഫുഡ്, ഭക്ഷണവും ബ്ലാങ്കറ്റ് ഒക്കെ വളരെ രഹസ്യമായി എത്തിച്ചു കൊടുത്തു. എയ്ത്ത്, he told Spillman not to lose hope. അദ്ദേഹം സ്പിൽമാനോട് പറഞ്ഞു ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടരുത്. The war would soon end. ഈ യുദ്ധം വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കും എന്നൊക്കെ പറഞ്ഞു അല്ലെ. നയൻത്ത്, സ്പിൽമാൻ shared his name in case he could help the officer later. എന്നാൽ ഈ കഥ അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്ക് സ്പിൽമാൻ എന്ത് ചെയ്യുന്നു, ആ ജർമ്മൻ ഓഫീസർക്ക് പോവാൻ നേരത്ത് തന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു പക്ഷേ തനിക്ക് എന്നെങ്കിലും അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് കരുതിയിട്ട്. 10th point, in January 1945, Spillman heard radio news the war was over. അങ്ങനെ ഒരു ദിവസം ജനുവരി 1945 അല്ലെ, പുറത്ത് വെച്ചിട്ട് താൻ ഒളിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ പുറത്ത് വന്നൊരു റേഡിയോ മുഴങ്ങുന്ന ഒച്ച കേട്ടു അദ്ദേഹം യുദ്ധം അവസാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്. The last 5 points. 11th, he wore the German coat the officer had left and went outside. അങ്ങനെ സ്പിൽമാൻ ജർമ്മൻ ഓഫീസർ നൽകിയിരുന്ന കോട്ട് ധരിച്ചുകൊണ്ട് അദ്ദേഹം ബിൽഡിംഗിൽ നിന്ന് പുറത്തിറങ്ങുന്നു. A woman saw him and screamed. ഈ സമയം അദ്ദേഹത്തെ ഒരു സ്ത്രീ കാണുകയും ഭയത്തോടു കൂടി കരയുകയും ചെയ്യുന്നു. Thinking he was a German. അല്ലെ, നമ്മുടെ സ്പിൽമാൻ എന്താണ്, ഒരു ജർമ്മൻ ആണെന്ന് കരുതിയിട്ടാണ്. 13, soldier fired at him. ഇത് കണ്ട് മറ്റുള്ള പട്ടാളക്കാർ അദ്ദേഹത്തെ വെടിവെക്കുന്നു. But he ran back to the attic. പക്ഷെ അയാൾ തിരിച്ചു ഓടി കട്ടിൻ പുറത്ത് കയറി ഒളിക്കുന്നു. 14, he shouted I am Polish and finally they believed him. അങ്ങനെ അദ്ദേഹം താൻ ഒരു പോളിഷുകാരനാണ് എന്ന്, പോളണ്ടുകാരനാണെന്ന് അദ്ദേഹം ഒച്ച വെക്കുന്നു, വിളിച്ചു പറയുന്നു. അങ്ങനെ അദ്ദേഹം ഇറങ്ങി വരുന്നു. നമ്മുടെ പട്ടാളക്കാരൊക്കെ അവിടെ വരുന്നു, അദ്ദേഹത്തോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നു. ലാസ്റ്റ് പോയിന്റ്, Spillman was taken in by Polish soldiers and he was free at last. അങ്ങനെ സ്പിൽമാനെ പോളിഷ് ഓഫീസേഴ്സ് വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു, അദ്ദേഹത്തിന് ഭക്ഷണം നൽകുന്നു അല്ലെ. അങ്ങനെ അദ്ദേഹം അവസാനം സ്വതന്ത്രനാവുന്നു. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു സ്റ്റോറിയിൽ ഉണ്ടായിരുന്നത്. നമുക്ക് റിവ്യൂ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ നറേഷനൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെ പോയിന്റ്സ് ആക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. ഇനി നമുക്കൊരു ലെസണും കൂടി ഉണ്ട് ഇതിൽ, ഫ്രണ്ട്സ് റോമൻ കൺട്രിമെൻ എന്ന് പറയുന്ന പോയം. വില്യം ഷേക്സ്പിയർ എഴുതിയ ജൂലിയസ് സീസർ എന്ന് പറയുന്ന നാടകത്തില് മാർക്ക് ആന്റണിയുടെ സ്പീച്ചാണ് നമുക്ക് ഫ്രണ്ട്സ് റോമൻ കൺട്രിമെൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത് അല്ലെ. നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം എന്താണ് ഇതിൽ പറയുന്നത് എന്ന്. വളരെ ഷോർട്ടായിട്ട് പോയിന്റ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സുഖമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ അപ്രീസിയേഷൻ ഒക്കെ എഴുതാൻ ഇത് ഉപയോഗപ്പെടും. അപ്പൊ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. നോക്കാം നമുക്ക്. The speech is from the play Julius Caesar by William Shakespeare.
ഇറ്റ് ഈസ് ഡെലിവേർഡ് ബൈ മാർക്ക് ആന്റണി അറ്റ് ജൂലിയസ് സീസർ ഫ്യൂണറൽ. സീസറിന്റെ ഫ്യൂണറൽ ശവസംസ്കാര ചടങ്ങിൽ വെച്ചാണ് മാർക്ക് ആന്റണി ഈ പ്രസംഗം നടത്തുന്നത്. ജൂലിയസ് സീസർ വാസ് മർഡേർഡ് ബൈ ബ്രൂട്ടസ് ആൻഡ് അതർ കോൺസ്പിരേറ്റേഴ്സ്. സീസർ കൊല്ലപ്പെട്ടത് എന്താണ്? ബ്രൂട്ടസും അദ്ദേഹം അതുപോലെ കോൺസ്പിരേറ്റേഴ്സ് മറ്റു ഗൂഢാലോചകരൊക്കെ ചേർന്നിട്ടാണ് കൊന്നിട്ടുള്ളത്. ആന്റണി ബിഗിൻ ബൈ സെയിങ് ഹി ഹാസ് കം ടു ബറി സീസർ നോട്ട് ടു പ്രൈസ് ഹിം. ആന്റണി ഈ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ വന്നത് സീസറിനെ ബറി ചെയ്യാനാണ്, അല്ലെ, ശവമടക്കിന് വന്നതാണ്, അല്ലാതെ നോട്ട് പ്രൈസ് ഹിം, അദ്ദേഹത്തെ പുകഴ്ത്താനല്ല. ഹി കോൾസ് ദ കില്ലർ ഹോണറബിൾ മെൻ അഗെയിൻ ബട്ട് വിത്ത് ഹിഡൻ സർക്കാസം. അതേ ഇടയ്ക്കിടയ്ക്ക് ബ്രൂട്ടസ് ഈസ് ഓണറബിൾ മാൻ, ബ്രൂട്ടസ് ഓണറബിൾ മാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, അല്ലെ. ആ വാക്ക് എന്താണ്? ആ വാക്യം സർക്കാസമാണ്, പരിഹാസമാണ്, അല്ലെ. അത് ഒളിഞ്ഞിരിക്കുന്ന ഒരു പരിഹാസമുണ്ട്. കാരണം ബ്രൂട്ടസ് എന്തല്ല, ഓണറബിൾ അല്ല എന്നാണ്, ഇൻഡയറക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ. ഐറണിയാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ആന്റണി റിമൈൻസ് ദ ക്രൗഡ് ദാറ്റ് സീസർ ലവ്ഡ് ദ റോമൻ പീപ്പിൾ. ആന്റണി എന്ത് ചെയ്തു? ക്രൗഡിനെ, ജനക്കൂട്ടം, മുന്നിലിരിക്കുന്ന റോമൻ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു സീസർ അവരെ സ്നേഹിച്ചിരുന്നു എന്ന്. ഈ സീസർ റെഫ്യൂസ്ഡ് ദ ക്രൗൺ 3 times. 3 തവണ കിരീടം ഓഫർ ചെയ്തപ്പോ സീസർ അത് എന്ത് ചെയ്തു? റിഫ്യൂസ് ചെയ്തു. ഷോയിങ് ഹി വാസ് നോട്ട് പവർ ഹംഗ്രി. ഒരിക്കലും സീസർ എന്തല്ല, ഒരു അധികാര കൊതിയനല്ല, പവർ ഹംഗ്രി അല്ല എന്ന് പറയുന്നു. ആന്റണി മെൻഷൻ സീസർ വെപ്റ്റ് ഫോർ പുവർ. പാവങ്ങളുടെ സങ്കടം കേട്ട് സീസർ കരഞ്ഞിരുന്നു എന്നും, ഷോയിങ് ഹിസ് കൈൻഡ്നസ്, അയാള് വളരെ ദയാലുവായിരുന്നു എന്നും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നു. ഹി ഓൾസോ ടെൽസ് ദ പീപ്പിൾ ദാറ്റ് സീസർ ലെഫ്റ്റ് ദ മണി ലാൻഡ് ഇൻ ഹിസ് വിൽ. സീസർ തന്റെ പണം താൻ സമ്പാദിച്ചു കൊണ്ടുവന്നതും കൊള്ളയടിച്ചു കൊണ്ടുവന്നതും മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി കൊണ്ടുവന്നതും ഒക്കെ ആർക്ക് കൊടുത്ത്? പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടിയാണ് നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നു. ദീസ് ഫാക്ട് മേക്ക് പീപ്പിൾ ഡൗട്ട് കോൺസ്പിരേറ്റേഴ്സ്, അല്ലെ. ഈ സത്യമൊക്കെ മനസ്സിലാക്കിയപ്പോൾ ജനങ്ങൾക്ക്, നമ്മുടെ ഗൂഢാലോചകർക്കും മുകളില് സംശയം തോന്നുന്നു. ക്ലെയിം സീസർ വാസ് ഡേഞ്ചറസ്. കാരണം അവര് പറഞ്ഞിരുന്നത് എന്താ? സീസർ വളരെ ഡേഞ്ചറസ് ആണ്, അപകടകാരിയാണെന്നാണ്. ഫൈനൽ പോയിന്റ്സ്, ആന്റണി ക്ലവർലി യൂസ് ഇമോഷൻ ആൻഡ് ലോജിക് ടു ചേഞ്ച് ദ പബ്ലിക് ഒപ്പീനിയൻ. ആന്റണി വളരെ സൂത്രശാലിയാണ്, അല്ലെ. വളരെ ബുദ്ധിയോടുകൂടി എന്ത് ചെയ്തു? ആ ഇമോഷനും ലോജിക്കും ഒക്കെ ഉപയോഗിച്ചു ജനങ്ങളുടെ അഭിപ്രായം മാറ്റിയെടുക്കാനായിട്ട്. ആന്റണി നെവർ ഡയറക്ട്ലി ബ്ലെയിം ദ കില്ലേഴ്സ്. എന്നാൽ കൊലപാതകളെ നേരിട്ട് അദ്ദേഹം കുറ്റപ്പെടുത്തിയില്ല. ബ്രൂട്ടസിന് മറ്റുള്ളവരെയൊന്നും ഡയറക്റ്റ് ആയിട്ട് കുറ്റപ്പെടുത്തിയില്ല. ബട്ട് സ്ലോലി ക്രിയേറ്റഡ് ഡൗട്ട്സ്. പക്ഷെ ജനങ്ങളുടെ ഉള്ളില് ആ ഒരു സംശയം ഉണ്ടാക്കി എന്നുള്ളതാണ്. The speech shows powerful persuasion and how public opinion can be changed. ഈ ഒരു സ്പീച്ചിൽ നമ്മൾ സൂചിപ്പിക്കുന്ന എന്താ? വാക്കുകളെ എത്ര ശക്തിയുണ്ട്, വാക്കുകളെ കൊണ്ട് നമുക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് മാറ്റിയെടുക്കാം, പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാറ്റിയെടുക്കാം എന്നൊക്കെയാണ് ഈ സ്പീച്ചിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും പഠിക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇതിന്റെ അപ്രീസിയേഷൻ എഴുതാൻ കഴിയും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസറും അറ്റൻഡ് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ക്ലാസ് കേട്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ലെസൺ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. അടുത്ത വീഡിയോ ലെസണിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.